ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക ഏറ്റുമുട്ടൽ എന്നതിലുപരി ലോകമഹായുദ്ധത്തിന്റെ ഭീതി ഉണർത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്തായി മിസൈലുകൾ പതിച്ചു എന്നത് ആക്രമണത്തിന്റെ കൃത്യതയും തീവ്രതയും സൂചിപ്പിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ നിന്നും കിലോമീറ്ററുകളോളം ഉയരത്തിൽ കറുത്ത പുകപടലങ്ങൾ ദൃശ്യമാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾക്കും ഈ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സൈനിക നീക്കത്തെ അതീവ പോരാട്ടമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കടുത്ത നടപടിയിലേക്ക് തങ്ങൾ നീങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധം ഇപ്പോൾ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഒട്ടും വൈകാതെ തന്നെ ഇറാൻ തിരിച്ചടി ആരംഭിച്ചു. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ മേഖലയിലുടനീളം യുദ്ധം പടരുകയാണ്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ വ്യോമപാതയിലൂടെ കടന്നുപോയേക്കാമെന്ന ഭീതിയെ തുടർന്ന് അയൽ രാജ്യങ്ങളായ ജോർദാനിലും ബഹ്റൈനിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകി. ജോർദാൻ തലസ്ഥാനമായ അമാനിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും അവിടെയുള്ള അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു.